വീണ്ടും വോട്ട് ചോരി വാർത്താ സമ്മേളനത്തിനൊരുങ്ങുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഇന്ന് ദില്ലി ഇന്ദിരാഭവനിലാണ് മാധ്യമങ്ങളെ കാണുക. പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരാണസിയിലെ വിവരങ്ങൾ പുറത്തുവിടുമെന്നാണ് സൂചന. ആദിൽ പാലോട് നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് ആദിൽ പാലോട്. ഇന്ന് ആ ഹൈഡ്രജൻ ബോംബ് പൊട്ടുമോ? ഹൈഡ്രജൻ ബോംബ് പൊട്ടുമോ എന്ന ചോദ്യമാണ് ദില്ലിയിലും പ്രത്യേകിച്ച് ദേശീയ രാഷ്ട്രീയത്തിൽ ആകെയുമുള്ളത്. വോട്ടർ അധികാർ യാത്ര ബീഹാറിൽ അവസാനിച്ചപ്പോഴാണ് ഇപ്പോൾ പൊട്ടിയത് അണുബോംബാണെങ്കിൽ ഇനി ഒരു ഹൈഡ്രജൻ ബോംബ് പൊട്ടാനുണ്ട് എന്ന് രാഹുൽ ഗാന്ധി പ്രഖ്യാപിക്കുകയും ബിജെപിക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തത്. ആ ഹൈഡ്രജൻ ബോംബ് പൊട്ടുകയാണെങ്കിൽ പ്രധാനമന്ത്രിക്ക് മുഖം പുറത്തു കാണിക്കാൻ കഴിയില്ല എന്നതായിരുന്നു രാഹുലിന്റെ മുന്നറിയിപ്പ്. ഏതായാലും ഞാനിപ്പോൾ ഇന്ദിരാഭവനിലാണുള്ളത്. 10 മണിക്ക് രാഹുൽ ഗാന്ധി ഇവിടെ വെച്ച് മാധ്യമങ്ങളെ കാണും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അത് എന്തിനു വേണ്ടി എന്ന ചോദ്യം സുജയ പറഞ്ഞതുപോലെ വലിയ ആകാംക്ഷയാണ് ഇപ്പോഴും ഇത് സംബന്ധിച്ചുള്ളത്. പ്രത്യേകിച്ച് വാരണാസിയിൽ അജയ് റോയ് മത്സരിക്കുമ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി അജയ് റോയ് ഇടയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുന്നിൽ വരികയും വോട്ട് നില കുറയുകയും ഒക്കെ ചെയ്തിരുന്നു. ഭൂരിപക്ഷം വലിയ തോതിൽ കുറയുമൊക്കെ ചെയ്തിരുന്നു. ഇത് വലിയ തോതിലുള്ള വോട്ട് കൊള്ള അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ള ആക്ഷേപം കോൺഗ്രസിനുള്ളിലുണ്ട്. വിശദമായ പരിശോധന കോൺഗ്രസിന്റെ റിസർച്ച് വിഭാഗം നടത്തുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ മഹാരാഷ്ട്രയിലെ വോട്ട് കണക്കുകൾ എടുത്തിരുന്നു, പഠിച്ചിരുന്നു കോൺഗ്രസ്. ഹരിയാനയിലെ പ്രശ്നങ്ങൾ പഠിച്ചിരുന്നു. ഏതായാലും കർണാടകയിലെ പ്രശ്നം അവതരിപ്പിച്ചതിന് പിന്നാലെ ഇനി എന്താണ് സംഭവിക്കുക, എന്താണ് ഹൈഡ്രജൻ ബോംബ് എന്നുള്ളതാണ് ആകാംക്ഷ. പ്രധാനമന്ത്രിയുടെ മണ്ഡലത്തിലെ വോട്ടുകൊള്ളയാകുമോ രാഹുൽ ഗാന്ധി പുറത്തുവിടുക എന്ന ചോദ്യമാണ് ഇപ്പോഴും ഉയർന്നത്. ഏതായാലും ഇന്ദിരാഭവനിൽ 10 മണിക്ക് രാഹുൽ ഗാന്ധി മാധ്യമങ്ങളെ കാണും. അപ്പോഴറിയാം ഹൈഡ്രജൻ ബോംബ് എന്താണ്. അത് നേരത്തെയുള്ള വോട്ട് ചോരി ആരോപണത്തിന് അപ്പുറത്തേക്ക് വലിയൊരു ആരോപണമായി മാറുമോ എന്നതാണ്. നമുക്ക് 2.25 മണിക്കൂർ കാത്തിരിക്കാം. വോട്ട് ചോരിയിൽ ഇനി എന്താണ് പറയാൻ പോകുന്നത്, അത് ഏത് മണ്ഡലത്തിലെ കാര്യമാണ്, ദൃശ്യങ്ങൾ പ്രദർശിപ്പിക്കുമോ? കഴിഞ്ഞ തവണ പ്രസന്റേഷൻ ആയിരുന്നു. ഒരു പ്രസന്റേഷന്റെ സഹായത്തോടു കൂടിയാണ് വോട്ട് ചോരി എന്ന് പറയുന്ന വലിയൊരു ഭൂതത്തെ കുടത്തിൽ നിന്ന് രാഹുൽ ഗാന്ധി തുറന്നുവിട്ടത്. ഇത്തവണ കൃത്യമായി അന്ന് 7 അടി ഉയരമുള്ള കടലാസ് കെട്ട് 6 മാസത്തിലകം സമയമെടുത്തുകൊണ്ട് 40 പേരിരുന്ന് പരിശോധിച്ചതിന്റെ വിവരങ്ങളുമായിട്ടാണ് രാഹുൽ ഗാന്ധി വന്നത്. അപ്പോൾ കൃത്യമായ ഹോംവർക്കിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ആ ഹൈഡ്രജൻ ബോംബുമായി എത്തുമോ എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം. നമുക്ക് കോഫി വിത്ത് സുജയിൽ തന്നെ ആ വാർത്താ സമ്മേളനത്തിലേക്ക് എത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 10 മണിക്കാണ് ആ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്.